പുഴുങ്ങിയ ചെറുപയറാണോ മുളപ്പിച്ച ചെറുപയറാണോ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്? ഇത് ഒരുപാട് പേരുടെ സംശയമാണ്. എന്നാൽ നമുക്ക് ഒരേ സമയം തന്നെ മുളപ്പിച്ച ചെറുപയറും നല്ലതാണ്, എന്നാൽ പുഴുങ്ങിയ ചെറുപയറും കഴിക്കാം. രണ്ട് തരത്തിലാണ് ശരീരത്തിന് ഗുണകരമാകുന്നതെന്ന് മാത്രം. 100 ഗ്രാം പുഴുങ്ങിയ ചെറുപയറിനകത്ത് ഏകദേശം 18 മുതൽ 24 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രോട്ടീനിന് വേണ്ടിയാണെങ്കിൽ പുഴുങ്ങിയ ചെറുപയർ നിങ്ങൾക്ക് കഴിക്കാം. ഇതിനകത്ത് പ്രോട്ടീൻ കിട്ടും, അത്യാവശ്യം വൈറ്റമിൻസും ഫൈബേഴ്സും കിട്ടും. എന്നാൽ മുളപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ പ്രോട്ടീനെ മുള വരുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറുപയർ എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ഒരു 100 ഗ്രാം മുളപ്പിച്ച ചെറുപയറിനകത്ത് പ്രോട്ടീനിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. 100 ഗ്രാമിനകത്ത് ഏകദേശം 5 ഗ്രാം മാത്രമേ പ്രോട്ടീൻ ഈ മുളപ്പിച്ചതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോട്ടീനിന് വേണ്ടിയാണ് നിങ്ങൾ ചെറുപയർ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങിയ ചെറുപയർ കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ മുളപ്പിച്ച ചെറുപയറിനകത്ത് നിങ്ങൾക്ക് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വളരെ ആക്റ്റീവായിട്ടുള്ള ഫോമിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിനകത്ത് നിങ്ങൾക്ക് മുളപ്പിച്ച ചെറുപയറും കഴിക്കാം, പുഴുങ്ങിയ ചെറുപയറും കഴിക്കാവുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.